നീ എന്തിനാ സോനിയെ ഇപ്പൊ ഏട്ടനെ എടുത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? ഞാനിവിടെ ഇന്ദുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഏട്ടാ. അപ്പോഴാ ഏട്ടനും ഏട്ടത്തെയും വന്ന് സത്യേട്ടനെ എവിടെ നിന്ന് ചോദിച്ചത്. സത്യ, നീ എന്തിനാ ഇന്ദുവിനെ കാണുന്നത്? രാഹുൽ ഫംഗ്ഷനിൽ പങ്കെടുത്തതിനെ കുറിച്ച് ചോദിക്കാനാണോ? അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എന്റെ ഏട്ടാ, അതൊന്നും അല്ല. രാഹുൽ വന്ന് ഫംഗ്ഷനിൽ പങ്കെടുത്തതിന് എനിക്കെന്താ? അവരുടെ കല്യാണം നടന്നില്ലെന്ന് വെച്ച് ഫാമിലി ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സത്യ, അത് ഒഴിവാക്കേണ്ടതായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. എന്തായാലും ഇന്ദുവോ അവളുടെ ഫാമിലിയോ താല്പര്യം എടുത്ത് രാഹുലിനെ കൊണ്ടുവന്നതായിരിക്കില്ല. എല്ലാം രത്നപ്രഭ മേഡത്തിന്റെ താല്പര്യമായിരിക്കാനാ സാധ്യത. അതെ സത്യ, സച്ചിത് സാറിനോ ആൻഡ്രിക്കോ ഗോകുലിനോ ഒന്നും നിന്റെ കാര്യത്തിൽ യാതൊരു എതിരഭിപ്രായവും ഇല്ല. നിനക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും അവർ മനഃപൂർവ്വം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്റെ ഏട്ടാ, ഞാൻ ഇതുവരെ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്ന് അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. പിന്നെ എന്തിനാ സത്യേട്ടൻ ഇന്ദുവിനെ കണ്ട് സംസാരിച്ചേ പറ്റൂന്ന് പറഞ്ഞത്? എന്തോ വിഷയമുള്ളതുകൊണ്ടല്ലേ? എന്ത് വിഷയം? ഞാൻ നാളെ താലി കെട്ടാൻ പോകുന്ന പെണ്ണിനെ എനിക്ക് ഇന്നൊന്ന് കണ്ട് സംസാരിക്കണം തോന്നിയാ എന്താ ഇപ്പൊ അതിനിത്ര വലിയ വിഷയം? അങ്ങനെയല്ല സത്യ, ഇവിടെ നടക്കുന്നൊക്കെ കാണുമ്പോ ഞങ്ങൾക്കും ചില വിഷമങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ട്. അത് നിന്നെ കൂടെ ബാധിക്കാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? സത്യ, അമ്മയും കുഞ്ഞമ്മയും ഉണ്ടാക്കുന്ന ഓരോ ഇഷ്യൂസിന്റെ പേരിൽ സച്ചി സാറിനും ഫാമിലിക്കും ചെറിയ പ്രതിഷേധം ഉണ്ടെന്നല്ലാതെ ഇവിടെ വേറെ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് സത്യേട്ടന് അറിയാലോ. പോരാത്തതിന് എരിവും പുളിയും ചേർത്ത് കൊടുക്കാൻ കുഞ്ഞമ്മ അടുത്തുണ്ടല്ലോ. സത്യന് ഇന്ദുവിനെ കാലത്ത് കണ്ടാ പോരെ? അതിരാവിലെ നമുക്ക് എല്ലാവർക്കും ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോണം. ആ സമയത്ത് സത്യൻ ഇന്ദുവിനോട് സംസാരിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. അതുപോരെ? മതി. അപ്പോ നീ ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കും. നിന്റെ ഫുഡ് നമുക്കിവിടെ എത്തിക്കാൻ പറയാം അല്ലേ? എനിക്ക് വേണ്ടതിട്ട് ഏട്ടാ, എനിക്കൊന്ന് നന്നായിട്ട് ഉറങ്ങണം. അല്ല, ശ്യാമ എവിടെ? ശ്യാമേട്ടന് അച്ഛൻ ആഹാരം കഴിച്ചൊന്ന് നോക്കാൻ പോയി. എന്താ വരാൻ പറയണോ? ഏയ് വേണ്ട. അല്ല, അങ്കിളുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന് പറയാനായിരുന്നു. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. മനസ്സിലൊന്നും വെക്കാതെ സുഖമായിട്ട് ഉറങ്ങിക്കോണം കേട്ടോ. എല്ലാം ശരിയാവും. ശരി, ഗുഡ് നൈറ്റ് ഏട്ടാ. ദേക്കിപ്പോ എങ്ങനെയുണ്ട്? അവള് കിടക്കാണോ? ശബരി അവിടെയുള്ള ധൈര്യത്തിലാ ഞങ്ങള് കഴിക്കാൻ വന്ന. ശരി, ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് അവളെ ഇങ്ങോട്ട് വിടാം. കുട്ടികളെല്ലാം ഉറക്കായില്ലേ ചീരു? ഇപ്പൊ എല്ലാവരും നല്ല ഉറക്കവാ. അവിടെ നിന്ന് ഇപ്പുറത്തെ മുറിയിലേക്ക് മാറ്റി കിടത്തുമ്പോ ഉണർന്നെങ്കിലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. നിങ്ങൾ കഴിച്ചിട്ട് സമാധാനമായിട്ട് വന്നാ മതി. ചേച്ചിന് കഴിക്കാൻ വരും ചേച്ചി. ഫുഡ് പാഴ്സൽ എടുത്തോണ്ട് പോയാലോ? ആ, എങ്കി പിന്നെ അതാ നല്ലത്. ദയ ചിലപ്പോ ഇങ്ങോട്ട് വരില്ലെന്ന് മാത്രമല്ല, ശബരി അവിടെ നിന്ന് വിടാനും സാധ്യതയില്ല. അവക്ക് വീണ്ടും ഭയം തോന്നാൻ കാരണം എന്താ ചീരു? ഇവിടെ ആത്മാവ് വന്നോ? വന്നെന്ന് അവള് പറയുന്നത്. ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടത്തില് ദയ നന്ദുവിനെ കണ്ടത്ര.
ഈശ്വര, ഇത് അവളുടെ തോന്നൽ തന്നെ ആയിരിക്കോ ചീരു? തോന്നല് മാത്രമൊന്നും അല്ല ചേച്ചി, ആരോ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ചേച്ചിക്കറിയാം? അവള് മുറിയിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോ ഞാൻ ചെന്ന് നോക്കാൻ പോയില്ലേ, അപ്പൊ എനിക്കും അത് ഫീൽ ചെയ്തു, ആരോ പുറകെ വരുന്നത് പോലെ. അത് നന്ദൂരിന്റെ പ്രേതം തന്നെ ആയിരിക്കും എന്നാണോ ചേച്ചി പറയുന്നത്? അല്ല, അത് മനുഷ്യൻ തന്നെയാ. ആ മനുഷ്യന്റെ പുറകെ വേറെയും മനുഷ്യരുണ്ട്. മിക്കവാറും അവനെ താമസിക്കാതെ എല്ലാവരും കൂടെ പിടിച്ചു കിട്ടും. നീ എന്താ ചിരി പറയുന്നേ? എന്താണെങ്കിലും അതൊന്ന് തെളിച്ചു പറ. ഞങ്ങൾ കഴിച്ചിട്ട് അങ്ങോട്ട് വരാൻ ചേച്ചി, എന്നിട്ട് പറയാം. ശരി ചേച്ചി വാ, നമുക്ക് ശബരേട്ടനും ദേച്ചിക്കുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോവാം. ശരി. എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നു? ആരാ മോളെ? അമ്പിളിയോ മറ്റോ ആണോ? മക്കളെ എഴുന്നേറ്റ് കരയുന്നുണ്ടാവും. നമ്മളോട് വേഗം ചെല്ലാനാവും. അല്ല. ഹലോ. ആ ചിരു, നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു? എനിക്ക് ചിരുവിനെ ഒന്ന് കാണണം, ഇന്ന് രാത്രി തന്നെ. എന്താ സത്യേട്ടാ, എന്തുപറ്റി? ഈ രാത്രി എന്തിനാ നമ്മൾ തമ്മിൽ കാണുന്നത്? അത് പ്രശ്നമാവില്ലേ? അതൊക്കെ ആരെങ്കിലും കണ്ട പ്രശ്നം തന്നെയാ, പ്രത്യേകിച്ച് വിനയനൊക്കെ എവിടെയുള്ളപ്പോ.